ഹായ് ഹലോ, വൈഷ്ണവ് മച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. ഓക്കെ, നമ്മൾ ബെഡ് റോക്ക് എഡീഷൻ്റെ ഒരു അയൺ ഫാം ട്യൂട്ടോറിയലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളെ. അപ്പോൾ ഞാനിത് ബെഡ് റോക്കിലാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ബെഡ് റോക്കിൽ അറിയാലോ നമ്മുടെ അയൺ ഫാം ബിൽഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ജാവയ്ക്കൊക്കെ ആണെങ്കിൽ 5 വില്ലേജേഴ്സൊക്കെ മതി. പക്ഷേ ബെഡ് റോക്കിൽ അങ്ങനെയല്ല, ഒരു കുറച്ച് വില്ലേജേഴ്സൊക്കെ കൂടി നിന്നാലേ, അതായത് 10 വില്ലേജേഴ്സിന് ഒരു അയങ്കോളം അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറയാൻ മറന്നു, എനിക്കറിയില്ല. നിങ്ങൾ നേരെ സബ്സ്ക്രൈബ് ബട്ടണിൽ പോയിട്ട് സബ്സ്ക്രൈബ് എന്ന് അടുത്ത് പിടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ട് താഴെ കാണുന്ന നമ്മുടെ ലൈക്ക് ബട്ടൺ ഇങ്ങനെ അടിക്കും. ഓക്കെ, ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അയൺ ഫാം ബിൽഡ് ചെയ്യാൻ പോവാം. ഞാൻ കുഴിയൊക്കെ എടുത്തിട്ട് പോകുന്നു. ഓക്കെ, നമ്മൾ അയൺ ഫാം ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് 7 സെൻറ്റിമീറ്റർ ഉണ്ട്. 7 ബ്ലോക്ക് 7x7 എടുത്തിട്ട് അവിടെ നിന്നൊരു 3 ബ്ലോക്ക് താഴ്ച ഒരു കുഴി ഇടണം. എന്നിട്ട് ഇവിടുന്ന് ഒരു 5, അതായത് 1 2 3 4 5, ഈ 5 ബ്ലോക്കിൽ 6 ബ്ലോക്ക് താട്ട് കുഴി ഇടണം. 6 ബ്ലോക്ക്. എന്നിട്ട് 6 ബ്ലോക്ക് താട്ട് വന്നിട്ട് ഇത് ഇങ്ങനെ സ്റ്റോൺ ഇങ്ങനെ വെച്ചിട്ട് ബെഡ് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഒഴിക്കുക, ഇട്ട് പിടിക്കുക, ഇങ്ങനെ വെക്കുക. എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ഞാൻ 2ാം തവണയാണ് റെക്കോർഡ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ ഫുള്ള് റെക്കോർഡ് ചെയ്ത് അയൻകോളവും സ്പോണായി, പക്ഷേ റെക്കോർഡിൻ്റെ ബട്ടൺ ഓണാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചേക്കുന്ന വെച്ചേക്കാം. എന്തുകൂടെ പറയുന്നത്, അടച്ച് വെച്ചെന്ന് വെച്ചാൽ പൂച്ച സ്പോണായിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ബ്ലോക്ക് എടുത്ത് വെച്ചിട്ട് ഈ ടോർച്ച് വെക്കാൻ മാത്രമായിരിക്കും മറക്കല്ല്. തീയോടെ മൊത്തം സോംബീസാവും. ടോർച്ച് എടുത്ത് വെക്കുക. എന്നിട്ട് ഫ്ലെച്ചിങ് ടേബിൾ എടുത്ത് വെക്കുന്നതിന് കാരണം ഫ്ലെച്ചിങ് ടേബിളിന് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. വേറെ ടേബിളിനൊക്കെ ഏതാണ്ടൊരു ഇതുണ്ടെന്നാണ് പറയുന്നത്, വെതർ വരുമ്പം മാറ്റം വരുമെന്നോ അങ്ങനെ എന്തോ ആണ് വേറെ ടേബിൾസിൻ്റെയൊക്കെ. ഓക്കെ, അപ്പം ഇത് മൊത്തം വെക്കട്ടെ. ഓക്കെ, അങ്ങനെ ഫ്ലെച്ചിങ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വില്ലേജേഴ്സിനിടാം. ഞാനിപ്പോൾ ക്രിയേറ്റീവ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ സ്പോണൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ബ്രീഡർ ചെയ്ത് കൊണ്ടുവന്നിടുകയോ അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ വെച്ച് നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ക്രിയേറ്റീവ് ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ സ്പോണൊക്കെ ഉണ്ട്. 1 2 3 4 5 6 7 8 9 10. ഹിമാറുടെ ഒച്ചയാണ് ഭയങ്കര വിഷയം. അങ്ങനെ മൊത്തം നമ്മൾ 20 വില്ലേജേഴ്സിന് തന്നത്. ഇപ്പം ഞാൻ 21 എണ്ണം ഇട്ടേക്കാം. ഇവനെ നമുക്ക് വേണ്ട. വില്ലേജേഴ്സിന് സൗണ്ട് തന്നെ സൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബ്ലോക്ക് വെക്കാം. ഒരു വില്ലേജറാണെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് സ്റ്റോൺ മാറ്റി വെച്ചിട്ട് വെള്ളം ഒഴിക്കും. കൊടുക്കണം. ഓക്കെ, അതെ, പൂച്ച സാധനമുണ്ട്. അത് പൊട്ടിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ സൈൻ ബോർഡ് എന്നിട്ട് നിങ്ങൾക്ക് പൂച്ചയുടെ ഞാൻ സ്പിന്നിയാണെങ്കിൽ ഉണ്ടായിക്കോന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ.
നമ്മുടെ അയൺ ഫാം ഇവിടെ വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്കിത് അയൺ ഫാമും ആക്കാം, അല്ലാതെ നിങ്ങൾക്കിത് ഇവിടുന്ന് സ്ട്രിങ്ങും കിട്ടും. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനകത്തുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെസ്റ്റ് വെക്കാം. നമ്മുടെ ചെസ്റ്റ് അതിന് വേണ്ടി പോകാം, ചെസ്റ്റ് വറക്കാൻ വേണ്ടി ഇതേ മുകളിൽ അയൻകോളൊക്കെ സ്പോണായി ചാവുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ചെസ്റ്റ് ഇവിടെ വെച്ചിട്ട് കേട്ടോ, ഇതിനകത്ത് സ്ട്രിങ് വന്നേക്കുന്നുണ്ടോ? ഇതാണ് നമുക്ക് ഇതിനകത്ത് സ്ട്രിങ്ങും അയണും കിട്ടും. അതാണ് നമ്മുടെ ഈ ഫാമിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഇനി പുറത്തോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു ലാഡറോ എല്ലാം വെച്ച് പുറത്തോട്ട് പോകാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ. ഓക്കെ, നമുക്കിനി വേണമെങ്കിൽ ഇവിടെ കുറച്ച് സ്ലാബും ലീഫും വെക്കാം. നമ്മൾ ഇവിടെ വെളിയിൽ സ്പോണായിരിക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഇതാവും. അയ്യോ, മാറിപ്പോയി. ഓ, ഇനി ആ താഴെ പോവും. ഓക്കെ, സെറ്റ്. നമുക്കിവിടെ ലീഫ് വെക്കാം. ലീഫ് എന്തിനാണ് വെക്കുന്നത്? ലീഫിൻ്റെ മണ്ടയിൽ അയൻകോളം സ്പോൺ ആവത്തില്ല. അയൻകോളം അല്ല, യാതൊരു വിധ സ്പോണിങ് അല്ല ലീഫ് വെക്കുകയാണെങ്കിൽ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ലീഫിന്. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മുടെ അയൺ ഫാം വിത്ത് സ്ട്രിങ് ഫാം ഇവിടെ സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇനിയും കാണുന്നതാണ്. അപ്പോൾ അതെ, നമ്മുടെ അയൻകോളിൻ്റെ താഴെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ഇനിയും വരുന്നതാണ്. അല്ലാതെ നമ്മുടെ സർവൈവൽ വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ നല്ല വീഡിയോസൊക്കെ വരുന്നതാണ്. ഇതിനേക്കാളും നല്ലപോലെ വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പം ബൈ, സീ യു ഗൈസ്, ലവ് യു, ടേക്ക് കെയർ, ബൈ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അടുത്തൊരു സർവൈവൽ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പം എല്ലാ കൂട്ടുകാർക്കും, എല്ലാ കൂട്ടുകാർക്കും, എല്ലാ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്കും ടാറ്റാ, ബൈ. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്, ലവ് യു, ടേക്ക് കെയർ, ബൈ. ടാറ്റാ.